ദ്വാരപാലക ശില്പവിവാദം, ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദം, ദ്വാരപാലക ശില്പവിവാദത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ള മഹസറുകളിലടക്കം തട്ടിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിവരം എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സ്വർണ്ണം പൂശലാണെങ്കിലും ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ, രണ്ട് സൈഡിലുള്ള പാളികൾക്കടുത്തിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൂശുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെട്ട സ്വർണത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമതായിട്ട് 2019 ഇത് 1998 വിജയ് മല്യ സ്വർണം പൂശൽ നടത്തിയത്. ഈ ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിലടക്കം അങ്ങനെ സ്വർണം പൂശിയത്. അപ്പോൾ ആ സ്വർണം പൂശലിന് ശേഷം ഏകദേശം 21 വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ പ്രക്രിയയിലേക്ക് പോകുന്നത്. അപ്പോൾ നവീകരണ പ്രക്രിയ തുടങ്ങുന്നത് 2019 2019 ജൂലൈ മാസം 20 നവീകരണ പ്രക്രിയയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു ഈ പാളികൾ, സ്വർണ്ണപ്പാളികൾ എന്ന് പറയപ്പെടുന്നത്. അന്ന് ആ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഇരിക്കുന്ന സ്വർണം പൂശിയിട്ടുള്ളത് ഏകദേശം 100 പവൻ്റെ സ്വർണ്ണമായിരുന്നു. ആ 100 പവൻ്റെ സ്വർണം, അതായത് ഏകദേശം 800 ഗ്രാം സ്വർണം, ആ 800 ഗ്രാം സ്വർണം അവിടെ പുതുതായിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ആ സ്വർണം 2019 ശേഷം, അതായത് ഈ നവീകരണത്തിന് കൊണ്ടുപോയി ഏകദേശം 54 ദിവസത്തിന് ശേഷം ഇത് തിരികെ കൊണ്ടുവരുന്നു. ഈ 54 ദിവസത്തിന് ശേഷം തിരികെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോയ 100 പവൻ എന്നുള്ളത് കാണുവാനില്ല. പകരം തിരികെ വരുന്നത് 49.6 പവൻ സ്വർണം മാത്രമാണ് തിരികെ എത്തുന്നത്. അതായത് ഏകദേശം ഒരു 397 ഗ്രാം. കൊണ്ടുപോയത് 800 ഗ്രാം, തിരികെ കൊണ്ടുവരുന്നത് 397 ഗ്രാം, ഏകദേശം 403 ഗ്രാമോളം കാണുവാനില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും തിരക്കിയോ അന്വേഷിച്ചോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും അതിന് ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ചോ? അതായത് ഞാൻ പറയുന്നത് 1998 സ്വർണം പൂശിയ 800 ഗ്രാം സ്വർണം 2019 നവീകരണത്തിന് കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തുമ്പോൾ ആ സ്വർണം എന്ന് പറയപ്പെടുന്നത് വെറും 49.6 ഗ്രാം മാത്രമാണുള്ളത്. അതായത് 100 പവനിൽ നിന്ന് അത് 49 പവനായി ചുരുങ്ങുന്നു എന്നർത്ഥം. ബാക്കിയുള്ള 50ഓളം പവൻ അല്ലെങ്കിൽ 50.5 പവൻ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യമില്ലേ? അതിനുത്തരമില്ല, അതിനെക്കുറിച്ച് അന്വേഷണമില്ല. മറ്റൊന്ന്, 1998 ഈ രണ്ട് ശില്പങ്ങളും പൊതിയാൻ വേണ്ടിയിട്ട് വിജയ് മല്യ അന്ന് നൽകിയതാണ്, ഈ സമർപ്പിച്ചതാണ് ഞാൻ ഈ പറഞ്ഞ 100 പവൻ്റെ സ്വർണം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മൂന്നാമതായിട്ട് 2025 വീണ്ടും ഇത് ഒരു നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുന്നു. അവിടെയാണ് ഈ വിഷയങ്ങളെല്ലാവരും ജനങ്ങൾ, പൊതുസമൂഹം അറിയുന്നത്. കാരണം 1998 സ്വർണം പൂശലുണ്ടാകുന്നു, 2019 നവീകരണം നടത്തുന്നു. ആ നവീകരണത്തിന് കൊണ്ടുപോയ സ്വർണത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പാളികളിലുള്ള 50 പവൻ്റെ അല്ലെങ്കിൽ 50.5 പവൻ്റെ സ്വർണം കാണുവാനില്ലാതാകുന്നത്. ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ചിട്ട് 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഭഗവാൻ അയ്യപ്പനെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്മാരാണ് ഇതിന് ചുറ്റിലുമുള്ളത്. അതായത് പൂജാരി ആണെങ്കിലും, പൂജ നടത്തുന്നവനാണെങ്കിലും, പൂജയ്ക്ക് പുറത്തു നിൽക്കുന്നവനാണെങ്കിലും, ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും, പ്രസിഡന്റുമാരാണെങ്കിലും, എന്തിന് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി പോലും ഇതിനകത്ത് ഇടപെടലുകൾ നടത്തുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നു. കള്ളന്മാരെ കൊണ്ട് നിറയുന്ന ഒരു സംവിധാനമായി ഇത് മാറുന്നു. ശബരിമലയെ ഇങ്ങനെ കട്ടുമുടിക്കുന്ന തരത്തിലേക്ക് ഈ പൂജാരിമാർ തൊട്ട് അങ്ങ് മന്ത്രിമാർ വരെയുള്ളവർ കള്ളന്മാരുടെ ലിസ്റ്റിലേക്ക് പെടുന്നു. ഇനി ഇതൊന്നും മന്ത്രി അറിയാതെയാണ് നടക്കുന്നതെങ്കിൽ മന്ത്രിക്ക് എന്ത് പണി എന്നുകൂടി ചോദിക്കേണ്ടി വരും. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ഒരു ബോർഡും, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ആ വകുപ്പിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മന്ത്രി ആ പണി ഉപേക്ഷിക്കുക. ഇനി അവിടുത്തെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റിന് പണിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രസിഡന്റ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയും മാറി നിൽക്കുക. പിന്നെ ഉദ്യോഗസ്ഥരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കരമടയ്ക്കുന്ന പണം കൊണ്ട് ശമ്പളം പറ്റുന്ന ഈ ഉദ്യോഗസ്ഥ പ്രമാണികൾക്ക് എന്താണ് തൊഴിൽ? ഇതൊക്കെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഇവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അയ്യപ്പൻ നേരിട്ട് വന്ന് സംരക്ഷിക്കുക എന്ന് പറയപ്പെടുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും നടക്കുന്ന കാര്യങ്ങളുമല്ല. അപ്പോൾ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ, ഇതുപോലുള്ള സ്വർണം, ഇതൊക്കെ പണമടക്കം അടിച്ചു മാറ്റുന്ന ഇവന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നത്. അതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത്, അല്ലെങ്കിൽ പൂജാരിമാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സെങ്കിലും വേണം ഈ ഉദ്യോഗസ്ഥ പ്രമാണിമാർക്ക്. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ചെയ്യാൻ സമയമില്ല. അവർക്ക് ഈ കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം ലഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും കണ്ണടച്ചു കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന വെള്ളാനങ്ങളുടെ കൂട്ടമായി മാറും. എല്ലാവർക്കും പണം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ടെങ്കിൽ
പിന്നെ ആരെങ്കിലും പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്നത് എല്ലാ ഉദ്യോഗസ്ഥരെയും കുറിച്ചല്ല എന്ന് കൂടി പറയട്ടെ. കാരണം അതിനകത്ത് പണിയെടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്, പക്ഷേ അവരെ പണിയെടുപ്പിക്കാൻ കഴിവുള്ളവർ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, 800 ഗ്രാം സ്വർണം അത് കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോൾ അത് 49.6 ഗ്രാമായിട്ട് അല്ലെങ്കിൽ 49.6 പവനായിട്ട് മാറുന്നു. അതായത് 100 പവൻ കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോൾ 49.6 പവനായിട്ട്. ഈ ശ്രീകോവിലും ചുറ്റു ഉള്ള സ്ഥലങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 31.8 കിലോഗ്രാം സ്വർണ്ണമാണ് പൂശിയിരിക്കുന്നത്. ഇതുപോലത്തുള്ള കള്ളന്മാർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഈ 31.8 അല്ലെങ്കിൽ 40 എന്നൊക്കെ പറയുന്നത് അവിടെ ഉണ്ടാകുമോ? 30 ഗ്രാം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരുന്നു. അതായത് ചുറ്റിലും നിൽക്കുന്നത് കള്ളന്മാരാണ്. ഏത് വിധേനയും എങ്ങനെ വേണോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള കള്ളന്മാർ. ഇവർക്ക് എങ്ങനെയും ഈ അയ്യപ്പനും ഇറങ്ങി വന്ന് ചോദിക്കില്ലല്ലോ, നിങ്ങൾ എൻ്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും സമർപ്പിച്ചതാണെങ്കിൽ അവരും ചോദിക്കില്ലല്ലോ. ഇവിടെ ഇത് സംരക്ഷിക്കുവാനുള്ള ബാധ്യത ആർക്കാണ്? ക്ഷേത്ര സംരക്ഷണം എന്ന് പറയപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കം ഇതിനകത്ത് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിയും ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട്. സർക്കാർ നോക്കുകുത്തിയാകാനും പാടില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കടിഞ്ഞാൺ മന്ത്രിയുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളിലായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ ദേവസ്വം ബോർഡുകളിൽ നിന്നും ഉള്ള അമ്പലങ്ങളിൽ ഇത്തരത്തിലുള്ള കളവ് നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് ഈ 800 ഗ്രാം സ്വർണം എവിടെയെന്നുള്ളതാണ്. പവിത്രമായിട്ടുള്ള യോഗദണ്ഡ് അടക്കം അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നതാണ്. പവിത്രമായി നമുക്ക് യോഗദണ്ഡ് അറിയാമല്ലോ. അതായത് ഈ മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ യോഗനിദ്രയിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. ആ യോഗനിദ്രയിൽ ഇരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏകരുദ്രാക്ഷം അടക്കം അതൊക്കെ വെള്ളി കെട്ടിയതാണ്. വെള്ളിയൊന്നും തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് ഈ പത്മകുമാർ ദേവസ്വം മന്ത്രി ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്താണ് അതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ യോഗദണ്ഡടക്കം അവിടുന്ന് അടിച്ചു മാറ്റുന്നു. ഇങ്ങനെ എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കണക്കുകളില്ല. ഇനി നമുക്കറിയാം ഈ ശ്രീകോവിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 31.25 ഗ്രാം ഉപയോഗിച്ചിട്ട് 31 കിലോയിലധികം ഉപയോഗിച്ചിട്ടാണ് ശ്രീകോവിലടക്കം സ്വർണം പൂശിയതെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഇനി ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്, ചെമ്പ് പാളികളാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ ചെമ്പ് പാളികളാണ് തനിക്ക് ലഭിച്ചതെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എത്രയുള്ളൂ, 100 പവൻ സ്വർണം അപ്പോൾ എവിടെ? വിജയമല്യ എന്തായാലും സമർപ്പിച്ചിട്ടുണ്ട്, അവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. അത് അവിടെ തന്നെയാണ് സ്വർണം പൂശിയതും അത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ സ്വർണം പൂശൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ 100 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കാണാനില്ല, പകരം തനിക്ക് ലഭിച്ച ചെമ്പ് പാളികളാണ് എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പോറ്റി പറയുന്ന വാദത്തിൽ നിന്നാണെങ്കിൽ ഈ 800 ഗ്രാം സ്വർണം, അതായത് ഒരു 100 പവൻ സ്വർണം എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. അതിനുത്തരം പറയേണ്ടതുണ്ട്. അതും ദേവസ്വം ബോർഡ് തന്നെ പറയണം. അത് പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് 1998 ഈ സ്വർണം പൂശൽ ക്ലാഡിംഗ് രീതിയിലാണ് ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സ്വർണം പൂശൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചേർത്ത് വയ്ക്കപ്പെടുന്ന തരത്തിലേക്കുള്ള രീതിയിലാണ് ഇത് പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഈ സ്വർണം പൂശിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ 98 ശേഷം 21 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ നവീകരണ പ്രക്രിയ. നമുക്കറിയാമല്ലോ, സ്വർണ്ണമാകുമ്പോൾ ഏകദേശം അത് വലിയ തിളക്കത്തോടു കൂടി തന്നെ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. ചെമ്പ് പോലെ പെട്ടെന്ന് കറുത്തു പോകുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാധനം 21 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വർണത്തിനെ വീണ്ടും നവീകരിക്കുന്നതിന് വേണ്ടി സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. ഇളക്കിക്കൊണ്ടുപോകുന്നതിന് പകരം എന്തുകൊണ്ട് അവിടെ വെച്ച് നവീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടി ചോദിച്ചാൽ അതിനും ഉത്തരം പറയേണ്ടി വരും. ഇനി 21 വർഷത്തിന് ശേഷം 2019 നവീകരിക്കുന്നു. അതിനുശേഷം 6 വർഷം കഴിയുമ്പോൾ വീണ്ടും 2025 എന്താണ് വീണ്ടും അത് നവീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ 2021 വരെ 2019 വരെ ഉണ്ടായിരുന്നത് സ്വർണം തന്നെയായിരുന്നു. അതിനുശേഷം പൂശിയത് സ്വർണ്ണമാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന പോലെ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കള്ളന്മാർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 2019 ഇതുമായിട്ട് ബന്ധം. അപ്പോൾ ഇത് തിരികെ പോയതിനു ശേഷം തിരികെ വരുമ്പോൾ ഇതിനൊരു മഹസർ തയ്യാറാക്കും. എങ്ങനെയാണ് ഇത് കൊണ്ടുപോയിട്ട് തിരികെ വന്നപ്പോൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ആ മഹസറിലടക്കം ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവസ്വം ബോർഡ്, തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറോ അല്ലെങ്കിൽ ഈ ദേവസ്വം സ്മിത്ത് ഉണ്ട്. അതായത് ഈ കൊണ്ടുപോയ സാധനങ്ങളുടെ ഗുണമേന്മയും അളവും തൂക്കവും ഒക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഗോൾഡ് സ്മിത്ത്, അത് തിരുവനന്തപുരം ദേവസ്വത്തിൻ്റെ സ്മിത്തുണ്ട്. ആ സ്മിത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കേണ്ട വിജിലൻസ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. പകരം ഇതിനകത്ത് ഈ മഹസറിൽ ഒപ്പുവെച്ചവർ എന്ന് പറയുമ്പോൾ 12ഓളം പേർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഏകദേശം തന്ത്രി മഹേശ്വര മോഹൻ, മറ്റൊന്നെന്ന് പറഞ്ഞാൽ മേൽശാന്തിയായിട്ടുള്ള അന്നുണ്ടായിരുന്ന വാസുദേവൻ നമ്പൂതിരി,
ഡ്യൂട്ടി ഗാർഡുമാരായിട്ടുള്ള ആർ സോമശേഖരൻ നായർ, PS കണ്ണൻ, വാച്ചർമാരായിട്ടുള്ള പിന്നെ സുരേഷ് ബാബു, ES ദിവാകരൻ, ശബരിമലയുടെ അന്നത്തെ മരാമത്ത് 3rd ഗ്രേഡ് ഓവർസിയറായിരുന്ന കരുണാകരൻ, ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് 12ഓളം പേർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് സൈൻ ചെയ്യേണ്ടവർ വളരെ കൃത്യമായിട്ട് അറിയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറോ അല്ലെങ്കിൽ കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവും തൂക്കവും മാത്രമല്ല അതിൻ്റെ ഗുണമേന്മയും നിശ്ചയിക്കുന്ന ഗോൾഡ് സ്മിത്തോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്മിത്തോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പരിശോധിക്കേണ്ട വിജിലൻസ് ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇതിനകത്ത് സൈൻ ചെയ്തില്ല എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഈ മഹസർ തട്ടിപ്പാണ്, അല്ലെങ്കിൽ തട്ടിപ്പ് മഹസർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു മഹസർ ഉണ്ടാക്കിയെടുത്ത് ഈ സാധനം തിരികെ അവിടെ ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്പോഴും നോക്കണ്ടേ, കൊണ്ടുപോയ സ്വർണ്ണത്തിൽ നിന്ന് കുറവുള്ള സ്വർണ്ണമാണ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ. 1 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും തിരക്കി നടക്കുന്നവർക്കാണ് ഇവിടെ 50 പവനിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടും തിരക്കി നടക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ മഹസർ എഴുതിയവരടക്കം ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്, കള്ളക്കളി നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ പറയേണ്ടി വരിക. അപ്പോൾ ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിയമിച്ചവരാണെങ്കിലും, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നിർദ്ദേശം നൽകിയവരാണെങ്കിലും ഒക്കെ ഇതിനകത്ത് അഴിയെണ്ണപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏകദേശം 31.4 കിലോ സ്വർണം കൊണ്ട് ശ്രീകോവിൽ അടക്കം പൂശിയിരിക്കുന്നത് നാളെ ഒരു കാലത്ത് ഒരു 2 വർഷം കൂടി കഴിയുക, അല്ലെങ്കിൽ 1 വർഷം കൂടിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സ്വർണം പൂശിയ ഒരു സ്ഥലം പോലും ബാക്കി ഉണ്ടാവില്ല. എല്ലാം ഈ പറയുന്ന പോലെ ചെമ്പായി മാറും. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന പോലെ ചെമ്പ് പാളികൾ ഇപ്പോൾ നൽകിയെന്ന് പറയുന്ന പോലെ ശ്രീകോവിൽ മുഴുവൻ ചെമ്പാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള വെള്ളാനകളുടെ ഒരു കൂടാരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമലയും ഒക്കെ മാറുന്നു എന്നുള്ളത് വേദനാജനകമാണ്. വലിയ അന്വേഷണം ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. വളരെ കൃത്യമായ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിനകത്തെ കള്ളന്മാരെ പിടികൂടാൻ കഴിയും. അത് മന്ത്രിയാണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും പൂജാരിമാരാണെങ്കിലും ആരാണെങ്കിലും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്, അയ്യപ്പൻ്റെ പണം കട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഭക്തരുടെ പണം കട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി അഴി എണ്ണിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം. ജയിലറയിൽ അടയ്ക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.